നമുക്കൊരു കുഞ്ഞു കലാകാരിയെ പരിചയപ്പെട്ടാലോ? അതെ, എവിടെ നിന്നാണ്? ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, തൃശ്ശൂര് ഈ ജില്ലയിൽ തന്നെയാണ്. അതെ. കപ്പ നിങ്ങൾ കൊണ്ടുപോവോ അല്ലെ ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് വിട്ടു തരുമോ? ഞാനും മേഘയും കോഴിക്കോടാണ്. തൃശ്ശൂര് കിട്ടണമെന്നാണ് എന്റെ ആഗ്രഹം. ഈ വർഷം ജില്ലാ കലോത്സവത്തിൽ നിന്ന് എനിക്ക് അപ്പീൽ കിട്ടാത്തതുകൊണ്ട് മാത്രം എനിക്ക് ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റാണ്ട് പോയി. ഏതായിട്ടാണ് എല്ലാം വിശദമായി പറഞ്ഞോ? മോണോ ആക്ടിനാണ് ഞാൻ മത്സരിച്ചത്. എന്റെ പേര് വൈഷ്ണവി കെ നായർ. ഞാൻ തൃശ്ശൂർ സേക്രഡ് ഹാർട്സിലെ +2 വിദ്യാർത്ഥിനിയാണ്. ജില്ലയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചുവെങ്കിലും ഞാൻ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 2ാം സ്ഥാനം 5 മാർക്കിന്റെ വ്യത്യാസം ഉണ്ടായിട്ടും മറ്റു കുട്ടികൾക്കൊക്കെ അപ്പീല് പാസ്സാക്കി. പങ്കെടുക്കുന്ന എനിക്ക് മാത്രം അപ്പീല് തന്നില്ല. സാരല്ല, ഇതൊരു തുടക്കം മാത്രമാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടില്ല, ഒരു സ്റ്റെപ്പ് ബാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് 4 സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാനുള്ള സമയമാണ്. ഇതൊന്നും ഒരു തിരിച്ചടിയല്ല, ഇതൊന്നും ഒരു പരാജയമല്ല. ഇനി എത്ര ദിവസങ്ങൾ കിടക്കുക മുന്നോട്ട്, കടല് പോലെ കാലം കിടക്കല്ലേ വൈഷ്ണവി? അപ്പൊ ഉഷാറായിട്ട് പോരട്ടെ. മോണോ ആക്ട് കലോത്സവ വേദിയിൽ അവതരിപ്പിക്കാൻ പറ്റിയിട്ടില്ല വൈഷ്ണവിക്ക് മോണോ ആക്ട്. പക്ഷേ കൈരളിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി കൈരളിയുടെ സ്റ്റുഡിയോക്ക് വൈഷ്ണവിയുടെ മോണോ ആക്ട് ചെസ് നമ്പർ വിളിക്കണോ? ചെസ് നമ്പർ 1 ഓൺ ദ സ്റ്റേജ്. ഓക്കെ, തുടങ്ങിക്കോളൂ മോളെ. കണ്ടതാ, നോം നേരിട്ട് കണ്ടതാ. ദേശദേവന്റെ അമ്പലത്തിന് 2 നേരം പൂജ ചെയ്യണം. നോം കള്ളം പറയില്ല. ഈ സ്ത്രീ ആ കുഞ്ഞിനെ കൊണ്ട് പാലത്ത് വെയിലത്ത് നടക്കണം. നോം കണ്ടതാ. അമ്മ ഓക്ക് കാലം വേദനിക്കണു, ദാഹിക്കണു. അമ്മ ഇച്ചിരി വെള്ളം നടക്ക് കൊച്ചിണുങ്ങാണ്ട്. കുറെ കൂടി കഴിഞ്ഞാ നിനക്ക് ദാഹം മാറുവോളം വെള്ളം കുടിക്കാം. നിന്റെ തന്തേനെ വീട്ടുകാരെ ഒരു പാഠം പഠിപ്പിക്കാൻ എന്റെ മുന്നിൽ ഇതല്ലാതെ വേറെ വഴിയില്ല. പോയി ദാഹം മാറുവോളം വെള്ളം കുടിക്ക. അമ്മ ഓക്ക് പേടിയാവണം, ഓക്ക് ശ്വാസം മുട്ടണം. അമ്മ രക്ഷിക്കമ്മ. നീയാണോടാ എന്റെ കുഞ്ഞിനെ വണ്ടി അടിച്ച് കൊന്നത്? എന്റെ കുഞ്ഞിന്റെ അടുത്തേക്ക് വരരുത്. ഇന്നലെ ഇനി വെട്ടി പേട രാത്രി കടത്തിന് ഞാൻ നൊന്ത് വെച്ച കുഞ്ഞാണേത്. എന്റെ കുഞ്ഞിന്റെ അടുത്തേക്ക് വരരുത്. ആരാണമ്മ? എന്താണമ്മ? നമ്മൾ കണ്ട എല്ലാവരും അമ്മമാരാണ്. ഇതിൽ ആരാണ് യഥാർത്ഥ അമ്മ? നിങ്ങൾ പറയൂ. നന്ദി, നമസ്കാരം. വൈഷ്ണവിയുടെ ഈ പെർഫോമൻസ് കണ്ടപ്പം അല്പ ദിവസങ്ങൾക്ക് മുൻപ് കൊച്ചിയിൽ നടന്ന ആ ഒരു സംഭവത്തെ കുറിച്ച് ആലോചിച്ചു പോവാ. സ്വന്തം കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞു കൊന്ന അമ്മ എന്ന് വിളിക്കാൻ പറ്റുമോ? നേരത്തെ വൈഷ്ണവി ചോദിച്ച പോലെ ആരാണ് അമ്മ, എന്താണ് അമ്മ എന്നുള്ളത് വീണ്ടും നിർവചിക്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലും കാലഘട്ടത്തിലും കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ സമകാലീന പ്രസക്തമായ ഒരു വിഷയമാണ് മോണോ ആക്ട് ആയിട്ട് അവതരിപ്പിച്ചത്. എങ്ങനെ പഠിച്ചത് മോണോ ആക്ട്? അങ്കമാലിയുള്ള ബിജു ആലിക്കൽ സാറാണ്. സാറ് ഹെർണിയയുടെ സർജറി കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് പോലും സാർ തന്നെ ആ സമയത്ത് തന്നെ സ്ക്രിപ്റ്റ് എഴുതി എന്നെ വീട്ടിൽ വന്ന് പഠിപ്പിക്കുകയായിരുന്നു. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? +2, എന്റെ ലാസ്റ്റ് ഇയർ ആണ്. സോൺ കലോത്സവങ്ങൾ വരാനുണ്ട്, യൂണിവേഴ്സിറ്റി തല മത്സരങ്ങൾ വരാനിരിക്കുകയല്ലേ. അപ്പോൾ അറിയപ്പെടുന്ന ഒരു കലാകാരിയാകട്ടെ. എന്താണ് അംബിഷൻ മുന്നോട്ട് പോകുമ്പോൾ? എനിക്കൊരു ഡാൻസർ ആവണമെന്നാണ്. ഒരു ഡാൻസ് ഉണ്ട്, മോണാക്ടിൽ ഒരു ഡാൻസ് ഉണ്ട്. ഡാൻസർ ആണോ? കഴിഞ്ഞ കൊല്ലം ഞാൻ മോഹിനിയാട്ടത്തിനും ഭരതനാട്യത്തിനും തിരുവനന്തപുരത്ത് കലോത്സവത്തിൽ പങ്കെടുത്ത് A ഗ്രേഡ് നേടിയിട്ടുണ്ടായിരുന്നു. ഇക്കൊല്ലം അതിനും സബ് ജില്ലയിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല. പാട്ടുണ്ടോ കയ്യില്? ഇല്ല, ഡാൻസ് മാത്രമേ ഉള്ളൂ. ഈ കലാവാസനകൾക്ക് ഒരു ബൗണ്ടറി ഇല്ല. നമുക്ക് ഏത് പ്രായം വരെ അവതരിപ്പിക്കാൻ കഴിയും. അതാണ്, അതോട് സങ്കടപ്പെടാൻ പാടില്ല. അക്കാര്യത്തിലൊന്നും യാതൊരുവിധ സങ്കടം വേണ്ട. 9ാം വയസ്സിൽ ഇതാ മേഘ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഭരതനാട്യം. കണ്ടാ പറയോ? ഇല്ലല്ലോ. ഓക്കെ മോളെ, താങ്ക് യു. ഏതായാലും വൈഷ്ണവിക്കുട്ടി നല്ല ഉഷാറോട് കൂടി മുന്നോട്ട് പോകട്ടെ. ഇത് ഒരു തുടക്കം മാത്രമാണ് അല്ലേ വൈഷ്ണവിയുടെ. ഇനി മുന്നോട്ട് പോകാൻ ഒരുപാട് വേദികളും വൈഷ്ണവിക്ക് കിട്ടട്ടെ.